വിവാദങ്ങൾക്കിടെ കലോത്സവ വേദിക്ക് താമര എന്ന പേര് നൽകി വിദ്യാഭ്യാസ വകുപ്പ്. വേദി 15-ന്റെ ഡാലിയ എന്ന് പേര് മാറ്റിയാണ് താമര എന്നാക്കിയത്. ആർക്കും വഴങ്ങിയല്ല മാറ്റമെന്നും കുഞ്ഞുമക്കൾ പങ്കെടുക്കുന്ന പരിപാടി വഴക്കും വക്കാണത്തിലുമല്ല നടത്തേണ്ടതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കലോത്സവ വേദികളിൽ വിവിധ പൂക്കളുടെ പേര് നൽകിയപ്പോൾ താമര ഉൾപ്പെടുത്താത്തതിനെതിരെ യുവമോർച്ച പ്രതിഷേധിച്ചിരുന്നു. കഴിഞ്ഞ വർഷം എടുത്ത പ്രോഗ്രാമിന്റെ ഇതില്ലേ, കഴിഞ്ഞ വർഷം നേരത്തെ ഒടുവിൽ നടന്ന യുവജനോത്സവം ഉണ്ടല്ലോ, അതിൽ ഒഴിവാക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് അതാണ് ഉദ്യോഗസ്ഥന്മാർ റിപ്പീറ്റ് ചെയ്തത്. അതൊരു പ്രതിഷേധം പോലെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു യുവജനോത്സവം പ്രതിഷേധത്തിൽ നടത്തേണ്ടതല്ല. 14,000 നമ്മുടെ കൊച്ചു മക്കളാണ്. വഴക്കും വക്കാണത്തിൽ നടത്തേണ്ട കാര്യമല്ല. എത്ര ഏത് പത്രക്കാരനെ ചൂടാക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ ചൂടാവുന്ന ശ്രമമില്ല. സഹകരിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാനതിൽ ഇടപെട്ടു, മന്ത്രിയിൽ ഇടപെട്ടു, അവരുമായി സംസാരിച്ചു, അത് ഉൾപ്പെടും. അതിൻ്റെ പേരിൽ ഒന്നും വിഭജനമാക്കി ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടി. നടരാജുണ്ട് വിവരങ്ങൾ നൽകാനായി. നടരാജ്, ഈ കലോത്സവം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ പേരുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങൾ അതിന്റെ ശോഭ കെടുത്തുന്ന ഒന്ന് തന്നെയായിരുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അത് പരിഹരിച്ചു. അപ്പോഴും മന്ത്രി പറയുന്നത് ആരുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയല്ല പേര് മാറ്റിയതെന്നാണ് പറയുന്നത്. എന്താണ് വാർത്തയുടെ വിശദാംശം? 25 വേദികളാണ് കലോത്സവത്തിന് ഉണ്ടായിരുന്നത്. പൂക്കളുടെ പേരുകളാണ് ഇട്ടത്. അപ്പോഴും ദേശീയ പുഷ്പമായ താമരയുടെ പേര് ഒരു വേദിക്ക് വിട്ടില്ല എന്നായിരുന്നു BJPയുടെ ആക്ഷേപം. കഴിഞ്ഞ ദിവസം യുവമോർച്ച ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കലോത്സവ യോഗം നടക്കുന്ന വേദി മാർച്ച് നടത്തുകയുണ്ടായി. ഇന്ന് പത്രസമ്മേളനത്തിലാണ് മന്ത്രി വി ശിവൻകുട്ടി 15ാമത്തെ വേദിക്ക് ഡാലിയ എന്ന പേര് മാറ്റി താമര എന്ന പേരിട്ടതായി അറിയിച്ചത്. ഇത് ആർക്കും വഴങ്ങിയില്ലെന്നും പ്രശ്നങ്ങൾ ഒഴിവാക്കാനെന്നുമാണെന്നുമാണ് മന്ത്രി പറയുന്നത്. ഈ നടപടിയെ BJP സ്വാഗതം ചെയ്തിട്ടുണ്ട്. വൈകി ഉദിച്ച വിവേകമാണെങ്കിലും ഇത്തരം തോന്നലുണ്ടായത് നന്നായി എന്നാണ് എറണാകുളം മേഖലാ പ്രസിഡന്റ് A. നാഗേഷ് പ്രതികരിച്ചിരിക്കുന്നത്. BJPയും CPM തമ്മിലുള്ള അന്തർനാടകമാണ് ഇതെന്ന ആരോപണവുമായി കോൺഗ്രസും രംഗത്ത് വരാനുള്ള സാധ്യത ഏറെയാണ്. എന്തായാലും കലോത്സവം തുടങ്ങി പ്രശ്നങ്ങളും പ്രതിഷേധവും ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ വേദിക്ക് പേരിട്ട് പ്രശ്നം പരിഹരിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്.